ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു മട്ടൺ റോസ്റ്റ് ആണ്. മൈ നെയിം ഈസ് സലൻ. വെൽക്കം ടു മൈ ചാനൽ. മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മട്ടൺ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 100 മില്ലി ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് 2ആയി കീറിയതും കൂടി ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 10 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക. അതിനുശേഷം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നു വരെ ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. ഇതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മട്ടണിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ മട്ടണിലെ വെള്ളമൊക്കെ പറ്റി നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ അടിപൊളി മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.